വയനാട് ദുരന്തത്തിൻ്റെ തോത് വളരെ വലുതായിരുന്നു. ഇപ്പോഴതിൻ്റെ രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ജീവനോടെ ഒരാളെ പോലും രക്ഷിക്കാനില്ല എന്ന് ഭരണകൂടം ഉറപ്പു പറയുകയാണ്. അപ്പോഴും മൃതദേഹങ്ങൾ ദുരന്തഭൂമിയിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദുരന്തത്തിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞതിനപ്പുറത്തേക്ക് അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഇടപെടലുകളെ സംബന്ധിച്ചൊക്കെ വിമർശനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ശരിക്കും ഇതിനകത്ത് കേന്ദ്രം ചെയ്യേണ്ടതായിട്ടുള്ളത് ചെയ്യാതിരുന്നിട്ടുണ്ടോ? എന്താണ് മേയ്ക്ക് തോന്നുന്നത്? ആദ്യം ഈ വാർത്തകൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കേരള സർക്കാർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, മുൻപേ കൂട്ടി ഒരു അലർട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ദുരന്തം ഉണ്ടായ ശേഷമാണ് റെഡ് അലർട്ട് തന്നെ വയനാടിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ മുന്നേ ഒരു അലർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ചെയ്യുമായിരുന്നു, ആളുകളെ മാറ്റി പാർപ്പിക്കുമായിരുന്നു. ഇത്രയും ദുരന്തത്തിന്റെ ഒരു നമ്മുടെ ജീവനുകളെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അമിത്ഷാ ഇതിനകത്ത് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇതിനകത്ത് BJP നേതാവ് കൂടിയ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തിന് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ്. സംസ്ഥാനം അത് നിഷേധിക്കുകയുണ്ടായി. അതായത് അത്തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. മാത്രമല്ല ഈ ദുരന്തം ഉണ്ടായ സമയങ്ങളിലെല്ലാം സുരക്ഷിതമായ ഒരു അലർട്ടായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെന്ന് കേരളം ഉറപ്പിച്ചു പറയുന്നത്. അത് തന്നെ അങ്ങനെയല്ല എന്ന് ഇതുവരെ അമിത്ഷാ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. BJP കേന്ദ്ര നേതൃത്വമായിട്ട് അടുത്ത് ബന്ധമുള്ള നേതാക്കളുണ്ട്. ഇവരാരും അമിത്ഷാ പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമില്ല. അപ്പൊ ഇതിനകത്ത് തന്നെ വ്യക്തമായ ബോധ്യമുണ്ട് അത് കള്ളമാണ് പറഞ്ഞത്, അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടില്ല. അതെ. മാത്രമല്ല ഇതിനകത്ത് കേന്ദ്രം ഒരു അപകടം നടന്നിരിക്കുന്നു, ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഒരുപാട് കോണിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന MP-മാർക്കാണ്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാർ അത്തരം ഒരു അഭിപ്രായം പങ്കുവെക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാർ ഇത് പറയുന്നു. പക്ഷേ ഇതിനകത്ത് ഈ നിമിഷം വരെയും അതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതെ, ആവശ്യമായ സഹായങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലും നേരിട്ടെത്തി. പക്ഷെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. BJPയിലെ ഒരു നേതാവിന്റെ ഒരു മകളുടെ കല്യാണത്തിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ നേരിട്ട് വന്നതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും വയനാട് ഈ സംഭവ സ്ഥലത്ത് വരാം, നേരിട്ടെല്ലാം വിലയിരുത്തി ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അതായത് BJPയെ സംബന്ധിച്ച്, അതായത് ബീഹാറിന്, ആന്ധ്രയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി പ്രധാനമന്ത്രി ഇവിടേക്ക് വന്നതുകൊണ്ടോ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമാണ്. ഇവിടേക്ക് ഇപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചു എന്നൊക്കെ പറയുമ്പോഴായാലും അവിടെ BJPയുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനുള്ള വിജയമൊന്നുമല്ല തൃശ്ശൂരിലുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് ഏതെങ്കിലും ആ വ്യക്തി അല്ലെങ്കിൽ ചില ഏതെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് വിജയിച്ചതാണ്. അതല്ല BJPക്ക് ഇപ്പൊ കേന്ദ്ര സർക്കാരിനോ മോദിക്കോ ഒക്കെ കേരളത്തിലേക്ക് ഇനി വന്നിട്ടോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ അത് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാവുകയൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം മനഃപൂർവ്വം ഇതങ്ങ് ഒഴിവാക്കിയത്. അതായത് BJPക്ക് അല്ലെ മോദി കേരളത്തിലേക്ക് വന്നതുകൊണ്ട് BJPക്ക് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഗുണം കിട്ടാനൊന്നുമില്ല. രാഷ്ട്രീയമായ ഗുണം മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആൾക്കാർക്ക് ആവശ്യമായ സഹായം. വയനാട്ടിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ BJP മത്സരിച്ചിട്ട് BJPക്ക് കൊണ്ട് കിട്ടിയ വോട്ട്, അവരുടെ ഏറ്റവും ഉയർന്ന ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചിട്ട് വോട്ട് നമുക്ക് മുമ്പിലുണ്ട്. ഇനിയിപ്പം BJP വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോഴും BJP ഏത് തരത്തിലായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അത്തരത്തിൽ BJPക്ക് സ്പേസ് ഇല്ലാത്തൊരിടത്ത് മോദി വരുമ്പോഴോ അല്ലെങ്കിൽ BJP യാതൊരു രാഷ്ട്രീയ നേട്ടവും. ഇത് ഒരിക്കലും രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണ്. രാഷ്ട്രീയം നോക്കി നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കൂടെയുള്ളവരാണ്, കൂടെ പിറപ്പുകളാണ്. നമ്മളിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, രാഷ്ട്രീയം എന്നുള്ളതല്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വരുന്നില്ല. അതെ, ഇവിടെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുറേയും കൂടി കേന്ദ്രത്തിന്റെ അധികമായിട്ടുള്ള സാമ്പത്തിക സഹായം സംസ്ഥാനത്ത് ലഭിക്കുന്നു എന്നതാണ്. കേരളം പോലെ സാമ്പത്തികമായിട്ട് ഞെരുക്കം നേരിടുന്ന ഒരു സംസ്ഥാനത്ത് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ കേന്ദ്രത്തിന്റെ കൂടി വലിയ സഹായം കൂടിയെത്തിയിരുന്നു. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് കാര്യക്ഷമമായിട്ട് ഇടപെടേണ്ട സാഹചര്യമാണ്. ഈ സമയത്ത് നമ്മൾ മറക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പെട്ടിമുടി ദുരന്തം ഉണ്ടായ സമയത്തും ഏകദേശം 4 വർഷം കഴിഞ്ഞു. ഇന്ന് വരെയും സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും വാഗ്ദാനം ചെയ്ത തുകയെല്ലാം ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇതുവരെ കേന്ദ്ര സർക്കാർ പറഞ്ഞ 2 ലക്ഷം രൂപ ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം.
ആവശ്യമായ നടപടികൾ വേഗത്തിൽ ചെയ്യണം. സമയമായില്ല എന്നൊരു നേതാവ് ഇടയ്ക്ക് പറയുണ്ടായി. അതൊന്നും ശരിയായൊരു നടപടിയല്ല. ഇതിനകത്ത് സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായത് പക്വതയില്ലാത്ത ചില പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളുമായിരുന്നു. അതായത് ഒരു കേന്ദ്രമന്ത്രി, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു ജോർജ് കുര്യൻ ഇതിനകത്ത് കുറേയെങ്കിലും സംഭവ സ്ഥലത്ത് സജീവമായിട്ട് ഇടപെടാനെങ്കിലും സംഭവത്തിന് ശേഷം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ തൃശ്ശൂരുള്ള ഒരു കേന്ദ്രമന്ത്രി, അതും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MP, BJPയുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഏക MP, ഇതിനകത്ത് കാണിച്ചൊരു വലിയ വീഴ്ചയുണ്ട്. അതിനകത്തും സുരേഷ് ഗോപി BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിലുള്ള ഒരു MP ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ BJPയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന ഒരാളും അല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി തീരുമാനിക്കുന്നു, സുരേഷ് ഗോപിയുടെ രീതിയിൽ ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു കലാകാരനാണ്, ഒരു നടനാണ്. നമ്മുടെയൊക്കെ ആ രീതിയിൽ കണ്ട ആ ഒരു തലത്തിലെങ്കിലും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആകുമ്പോഴും രാഷ്ട്രീയ നേതാവായിട്ട് നിൽക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപിയിൽ നിന്നും ഒരു പക്വത കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കണം. ആ ഒരു പക്വതയുള്ള പെരുമാറ്റമല്ല അദ്ദേഹത്തിൽ നിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നത് എന്നുള്ളതൊരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് എല്ലാ കോണുകളിൽ നിന്നും വലിയ സഹായങ്ങൾ ഉണ്ടാകുന്നു. സാംസ്കാരിക മേഖലകളിൽ നിന്ന്, സിനിമാ മേഖലകളിൽ നിന്ന്, സാധാരണക്കാരായ വ്യക്തികൾ പോലും ഓരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യവസായ രംഗത്ത് അതായത് സംസ്ഥാനത്തിൻ്റെ, അതായത് ഇപ്പോൾ ആമസോൺ പോലെയുള്ള, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഒരുപാട് ലോകോത്തര കമ്പനികൾ പോലും സംസ്ഥാനത്തിന് സഹായം എത്തുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം അവരെ, സംസ്ഥാനത്തിലെ സാധാരണ ജനങ്ങൾ അവരെ അങ്ങോട്ട് കൂടി അവരുടെ വ്യവസായത്തിൻ്റെ ഭാഗമാകുന്നു എന്നതിലൂടെയാണ്. അതായത് എല്ലാ കോണുകളിൽ നിന്നും ഒരു വലിയ സഹായം കേരളത്തിലേക്ക് ഒഴുകി വരുന്നു. ഒരു പക്ഷേ മറ്റൊരു സംസ്ഥാനത്തിന് കിട്ടാത്തത്രയും സഹായവും കരുതലും സംസ്ഥാനത്തിന് ലഭിക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു കൃത്യമായ സഹായം ലഭിക്കുന്നില്ല എന്ന് ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. ഏറെക്കുറെ അത് ശരി തന്നെയാണ്. മാത്രമല്ല ഇവിടെ സാമ്പത്തിക സഹായത്തിൻ്റെയോ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെയോ മാത്രം കാര്യമല്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കാൻ വേണ്ടത്ര സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ഏറെക്കുറെയെങ്കിലും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം ഇത്രയും കൂട്ടിയത്. അവർക്കെതിരെ കർശനമായ ഒരു നടപടി ഉണ്ടാവണം. കാരണം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ കൃത്യത്തിൽ നിന്ന് മാറി അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം ജനങ്ങളുടെ നികുതിയിലാണ്, കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് വീഴ്ചകൾ വരുത്തിയിരിക്കുന്നത്. ശാസ്ത്രം ഇത്രയും പുരോഗമനത്തിൽ എത്തിയിട്ടും നമ്മുടെ നാടിനൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് മുന്നേ കൂട്ടി അറിയിക്കാനോ വേണ്ട നടപടിയോ ചെയ്യാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ കേന്ദ്ര സർക്കാർ അതിന് മുന്നിട്ട് നിൽക്കുക തന്നെ വേണം. ഇവിടെ അതായത് നമ്മുടെ പരിസ്ഥിതി കാലാവസ്ഥ സംവിധാനങ്ങളെ ഏറ്റവും അധികം നിയന്ത്രിക്കുന്നത്, മേൽനോട്ടം ഏകോപനമൊക്കെ നടത്തുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇത് സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയാം, കാലാവസ്ഥാപരമായ അറിയിപ്പുകളെല്ലാം നൽകുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന്, കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിയെങ്കിലും പുതിയ AI സംവിധാനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെയൊക്കെ സംബന്ധിച്ച് കൃത്യമായ അവബോധം അല്ലെങ്കിൽ മുന്നറിയിപ്പ് ജനങ്ങളിൽ നൽകേണ്ട ഉത്തരവാദിത്വം, അങ്ങനെ വലിയ പങ്ക് ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന് വഹിക്കേണ്ടതാണ്. ഇപ്പോഴും ലോക്സഭയിലാണെന്ന് തോന്നുന്നു ഒരു BJP MP കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കേരളത്തിൽ ഈ ദുരന്തം വരുത്തി വെച്ചത് ഇവിടുത്തെ UDF LDF മുന്നണികളാണ് ഇവിടെ ദുരന്തത്തിന് കാരണം. അപ്പോഴും ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയമായ മാനം നൽകുവാനാണ് ഇതിനകത്ത് BJP ശ്രമിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വത്തിന് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ മാനങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ജനങ്ങളെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, അത്തരത്തിലുള്ളൊരു വിവേകം കാട്ടുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ വേണ്ടത്. അത്തരത്തിലുള്ളൊരു സമീപനമാണ് BJPയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ ദുരന്തബാധിതരും അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്.